കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാലിനി അങ്ങനെ ശ്യാമയോട് പറയണേ, നിൻ്റെ ഒരു കണ്ണ് എപ്പോഴും ആ കാർത്തികയുടെ മേലുണ്ടാവണം. ശരി കുഞ്ഞേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ കോള് കട്ടാക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ബാൽക്കണിയിൽ നിന്ന് ഇന്നലെ സത്യാമ്മ ശാന്തി മുഹൂർത്തം കുറിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ആ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെയാണ്. അങ്ങനെ വിഷ്ണു അതെങ്ങനെ മുടക്കാമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് കാർത്തിക് അങ്ങോട്ടേക്ക് വരുന്നത്. വിഷ്ണുവേട്ട, എന്തായി? എന്തെങ്കിലും വഴി കിട്ടിയോ? ഇല്ലെന്നേ, ഞാൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുന്നത്. ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് വിഷ്ണുവേട്ട? വിഷ്ണുവേട്ടനെ ശാലിനിയിലേക്ക് എത്താനും അതുപോലെ എനിക്ക് ഹർഷലിലേക്ക് എത്താനുള്ളൊരു വഴി മാത്രമേ കല്യാണം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകുക. ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഈ കാര്യമെങ്ങാനും ഹർഷൻ അറിഞ്ഞാൽ അത് പിന്നെ എൻ്റെ ജീവിതത്തെ കൂടുതലായിട്ട് ബാധിക്കും. വിവാഹം ഒരു നാടകം പോലെ നടത്തിയെന്ന് പറഞ്ഞാൽ ഹർഷം വിശ്വസിക്കും. പക്ഷെ ശാന്തി മുഹൂർത്തം അങ്ങനെയല്ലല്ലോ. എല്ലാവർക്കും മുമ്പിലും കാണിക്കാൻ തൊട്ടും പിടിച്ചൊക്കെ അഭിനയിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് ഇത് മുടക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. അന്നേരം വിഷ്ണു പറയണേ, എടോ താനിങ്ങനെ ടെൻഷനാകാതെ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഈ സമയം ശ്യാമ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെയും കാർത്തികയുമാണ്. അന്നേരം കാർത്തിക പറയണേ, സത്യം പറയാമല്ലോ വിഷ്ണുവേട്ടാ, ഞാൻ ഈ വീട്ടിൽ കുറേ പോലീസുകാർക്കിടയിൽ കുറ്റം ചെയ്തൊരു കള്ളിയെപ്പോലെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഒരു വൈരമാല മോഷ്ടിച്ച് ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ ചുറ്റും പോലീസുകാർ ചുറ്റും കൂടിയിരിക്കുന്നത് പോലെയാണ് ഇവിടെയുള്ള ഒരാൾക്കാരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇവിടെ സത്യാമ്മക്ക് മാത്രം നമ്മുടെ നാടകത്തിൽ വിശ്വാസമുള്ളൂ. ബാക്കി വിഷ്ണുവേട്ടൻ്റെ അച്ഛനും ശ്യാമക്കൊക്കെ നല്ല സംശയമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മതിലുകൾക്ക് പോലും കാതുണ്ട്. നമ്മുടെ ഈ കള്ളത്തരം പൊളിയുമോ എന്നതിൻ്റെ പേടി. അങ്ങനെ ഈ നാടകം എങ്ങാനും പൊളിഞ്ഞു കഴിഞ്ഞാൽ സത്യം എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. അങ്ങനെ എൻ്റെ അച്ഛൻ ആ ജയശങ്കറിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും. വിഷ്ണുവേട്ടൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. മധുശ്രീ ഇപ്പോഴും വിഷ്ണുവേട്ടന് വേണ്ടി കാത്തു നിൽക്കുവാണല്ലോ. എടോ താനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ടെൻഷനാക്കല്ലേ. ഞാനുണ്ടല്ലോ, എന്താണെങ്കിലും ഇത് ഞാൻ എങ്ങനെയെങ്കിലും മുടക്കിയിരിക്കും. താൻ അതോർത്ത് പേടിക്കണ്ട. അല്ല, തൻ്റെ മാലയുടെ താലിമാല താൻ ഉരുവെച്ചോ? അയ്യോ, കുളിക്കാൻ നേരത്തെ ഞാൻ ദേ അവിടെ ഉരുവെച്ചതാ. ഈ സമയത്ത് ക്ഷമ റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു ടേബിളിൻ്റെ മേത്ത് നിന്ന് ടേബിളിൻ്റെ മുകളിൽ നിന്ന് ആ താലിമാല എടുത്ത് കാർത്തികയുടെ കൈ കൊടുക്കുക. അതെ, അമ്മയ്ക്ക് ഈ വക കാര്യത്തിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. ഇതെങ്ങാനും അമ്മ കണ്ടാൽ പിന്നെ അമ്മക്ക് സംശയം തോന്നും. അമ്മക്ക് സംശയം തോന്നാൻ ഒരു കാരണവശാലും ഇടവരാൻ പാടില്ല, മനസ്സിലായല്ലോ? അതേക്കുമ്പോൾ ക്ഷമക്ക് സംശയം തോന്നുക, സത്യാമ്മക്ക് സംശയം തോന്നാനോ? എന്തോ കള്ളക്കളി ഉണ്ടല്ലോ. അന്നേരം കാർത്തിക പറയണേ, ശരിയാ, ഈ താലിമാല എന്നൊക്കെ പറയുന്നത് ഓൾഡ് ജനറേഷന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യവും. സത്യം പറഞ്ഞാൽ ഭാര്യമാർ ഉരുവെച്ച താലിമാല പിന്നീട് ഇട്ട് കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. ഞാൻ ഇട്ട് തരാനോ? പിന്നെ എനിക്കൊന്നും പറ്റില്ല. താൻ ഇനി താലിമാല ഉരാതിരുന്നാൽ മതി, അപ്പം പ്രശ്നമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് വിഷ്ണു നോക്കുമ്പോഴായിരിക്കോട്ടെ അവിടെ ശ്യാമ വന്ന് നിൽക്കുന്നത് കാണുന്നത്. ഈ സമയം കാർത്തികയാണെങ്കിൽ ഇതൊന്നും കാണാതെ പറയുവാണ്, പൊതുവെ അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ നമുക്കിടയിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് കാർത്തിക പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണു അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറയണേ, ഇതാര്, ശ്യാമയോ? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങ് വാ. അങ്ങനെ ശ്യാമ അകത്തേക്ക് വരുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കണേ, അല്ല നിങ്ങളെന്തോ താലിമാലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ലോ. സത്യാമ്മ സംശയിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ. അന്നേരം വിഷ്ണു പറഞ്ഞേ, അയ്യോ അതങ്ങനെയല്ല, ഇയാളെ കുളിക്കാൻ നേരത്ത് താലിമാല ഉരുവെച്ചു. അപ്പോൾ അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല, അമ്മയ്ക്ക് ദേഷ്യം വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ദേഷ്യം വരുമെന്നല്ലല്ലോ, സംശയം തോന്നുമെന്നല്ലേ പറഞ്ഞത്? അല്ലെന്നേ, അല്ലെങ്കിലും അമ്മ എന്തിനാണ് ഞങ്ങളെ സംശയിക്കുന്നത്? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ? അന്നേരം ശ്യാമ പറഞ്ഞേ, കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഭാര്യയ്ക്ക് താലിയിട്ട് കൊടുക്കാൻ വിഷ്ണുവേട്ടൻ എന്തിനാണ് മടി കാണിക്കുന്നത്? മടിയോ? എനിക്ക് മടിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ വിഷ്ണുവേട്ടൻ അങ്ങനെ പറഞ്ഞതോ? അന്നേരം കാർത്തിക പറയണേ, അല്ല വിഷ്ണുവേട്ടൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇനി ഞാൻ എന്താണെങ്കിലും കുളിക്കാനാണെങ്കിൽ പോലും താലി എൻ്റെ കഴുത്തിൽ നിന്ന് ഊരുന്നില്ല, അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഈ സമയം ശ്യാമ പറയണേ, എടി കള്ളി, നീ ആൾ കൊള്ളാലോ, എല്ലാ പഴുതും അടച്ചു കളഞ്ഞു. അങ്ങനെ നിന്ന് ശ്യാമ ആലോചിക്കുക. എന്നിട്ട് വിഷ്ണു ചോദിക്കണേ, അല്ല ശ്യാമ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അതോ, പഴയ തലമുറ അവിടെ ചില രസമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കുക. അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ആണോ? അന്നേരം ശ്യാമ വീണ്ടും പറഞ്ഞേ, അതെ സത്യാമ്മ വിളിക്കുന്നു എന്ന്. സത്യാമ്മയോ? സോറി, അമ്മയോ? എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് പോകുകയാണ്. പിന്നാലെ തന്നെ കാർത്തികേയൻ പോകുന്നുണ്ട് കേട്ടോ. ആ സമയം ശ്യാമ പറയണേ, കുഞ്ഞേച്ചി പറഞ്ഞത് ശരിയാ, എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഇവിടെ, എന്താണെങ്കിലും കണ്ടുപിടിക്കണം അത്. ഇതേസമയം താഴെ ജോത്സ്യം വന്നിട്ടുണ്ടാവും. അങ്ങനെ ഭാമ ജോത്സ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പിള്ളച്ചേട്ടൻ രാഘവനെയും കൂട്ടി ഹോളിലെത്തുവാണ്. രാഘവേട്ട വന്നോ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോൾ ഈ വീട്ടിലെ കാരണവരായ രാഘവേട്ടനും കൂടി വേണമല്ലോ. അന്നേരം രാഘവൻ ചോദിക്കണേ, പ്രധാനപ്പെട്ട കാര്യമോ? എന്ത് കാര്യം ഇവിടെ നടക്കുന്നത്?
ഈ സമയം ജോത്സ്യം പറയണേ, അപ്പോൾ സത്യമൊന്നും പറഞ്ഞില്ലേ? ഞാനിവിടെ ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിക്കാൻ വന്നതാ. ഈ സമയം മുകളിൽ നിന്ന് വിഷ്ണുവും കാർത്തികയും ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും. അന്നേരം രാഘവൻ പുച്ഛത്തോട് പറയണേ, അതിന് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞതാണല്ലോ. ഈ സമയം ഭാമ നാണത്തോട് പറയണേ, ഈ രാഘവേട്ടനെ കൊണ്ട് തോറ്റു. വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം കഴിഞ്ഞല്ലോ. അവർക്കുള്ള ശാന്തി മുഹൂർത്തം കുറിക്കുന്ന കാര്യമോ പറഞ്ഞത്? ഓ, അതായിരുന്നോ? ഈ സമയം പൊന്നി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ പൊന്നിയെ കാണുന്നതും ഭാമ ജോത്സ്യന് ചായ എടുക്കാൻ പറയുവാണ് കേട്ടോ. ഈ സമയം രാഘവൻ പറയണേ, പൊന്നി, ഇയാൾ വന്നിരിക്കുന്നത് നമ്മുടെ വിഷ്ണുവിനും ഇവിടെ വന്ന പെണ്ണിനും ശാന്തി മുഹൂർത്തം കുറിക്കാനാ. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ചായ തന്നെ എടുത്തോ. അങ്ങനെ പൊന്നി ചായ എടുക്കാൻ അകത്തേക്ക് പോകുവാണ്. ഈ സമയം ചായ തിളച്ച് കഴിഞ്ഞ് പഞ്ചസാര ഇടാൻ തുടങ്ങുമ്പോൾ പൊന്നി രാഘവൻ പറഞ്ഞ കാര്യം ആലോചിക്കുക. വിഷ്ണു കുഞ്ഞിനും ആ പെണ്ണിനും ശാന്തി മുഹൂർത്തം കുറിക്കാനല്ല അയാൾ വന്നത്. അതുകൊണ്ട് രാഘവ് സാർ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ചായ തന്നെ എടുക്കാം. അങ്ങനെ പറഞ്ഞ് അതിൽ ഉപ്പ് വാരിയിടുവാണ് കേട്ടോ. കുറച്ചുകൂടി സ്പെഷ്യലാക്കാം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഉപ്പ് കോരിയിടുവാണ്. പിന്നീട് ഭാമ ജോത്സ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് മുകളിൽ നിൽക്കുന്ന വിഷ്ണുവിനെയും കാർത്തികനെയും കാണുന്നത്. അങ്ങനെ ഭാമ അവരോട് രണ്ടാളോടും താഴത്തേക്ക് വരാൻ പറയുക. വിഷ്ണു അങ്ങനെ വന്ന് സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. കാർത്തികയും അരികിൽ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ജോത്സ്യൻ ചോദിക്കുക, വിഷ്ണു മോനെ നക്ഷത്രം അറിയാം, കുട്ടിയുടെ നക്ഷത്രം ഏതാ? അന്നേരം രാഘവൻ പറയണേ, ആ കുട്ടിയുടെ പേര് കാർത്തിക എന്നാ. അപ്പം പിന്നെ നക്ഷത്രം ഭരണി എന്നായിരിക്കുമല്ലോ. അന്നേരം ജോത്സ്യൻ പറയണേ, അല്ല, പണ്ട് കാലത്താണല്ലോ ജനിച്ച നാൾ തന്നെ പേരായിട്ടിടുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അന്നേരം കാർത്തിക പറയണേ, ഞാൻ ജനിച്ച നാൾ കാർത്തിക തന്നെയാണ്. എൻ്റെ അച്ഛൻ ആ നാൾ തന്നെയാണ് പേരായിട്ടിട്ടത്. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ് ആ ബുക്കൊക്കെ തുറന്ന് നല്ല മുഹൂർത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും പൊന്നി ചായ ഇട്ട് വരുന്നത്. അങ്ങനെ ആ ചായ ജോത്സ്യന് കൊടുക്കുക. അത് ടേബിളിൽ വെക്കുവാണ് കേട്ടോ ജോത്സ്യൻ. എന്നിട്ട് പറയണേ, ശാന്തി മുഹൂർത്തത്തിന് പറ്റിയ മുഹൂർത്തം ഇന്ന്. അന്നേരം രാഘവൻ ജോത്സ്യനെ തടഞ്ഞുകൊണ്ട് പറയണേ, അല്ല, ചായ കുടിക്കും. ശുഭകാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് മധുരം കുടിച്ച് തുടങ്ങണമെന്നാണല്ലോ, ചായ കുടിച്ചോളൂ. എന്നാൽ പിന്നെ അങ്ങനെ ആവാം എന്ന് പറഞ്ഞ് ജോത്സ്യൻ ചായ എടുത്ത് ഒരുപാട് കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കോ അയാളുടെ മുഖമൊക്കെ അങ്ങ് മാറുവാണ്. ഈ സമയം അത് കാണുന്നതും ഭാമ ചോദിക്കണേ, എന്തു പറ്റി? അന്നേരം രാഘവൻ പറഞ്ഞേ, ജോത്സ്യൻ്റെ മുഖം കണ്ടറിഞ്ഞൂടെ? ഇന്ന് ശാന്തി മുഹൂർത്തത്തിന് പറ്റിയ നല്ല മുഹൂർത്തം ഇല്ല അല്ലേ ജോത്സ്യനെ? അങ്ങനെയല്ലേ? അതെ എന്ന് പറഞ്ഞ് ആ ചായ അവിടെ തന്നെ തിരികെ വെക്കുവാണ് കേട്ടോ ജോത്സ്യൻ. ഈ സമയം വിഷ്ണുവിന് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയണേ, അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ചയിൽ വല്ല മുഹൂർത്തം ഉണ്ടോയെന്ന് നോക്ക്. അത് ഞാനിപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് ജോത്സ്യൻ നോക്കാൻ തുടങ്ങുമ്പോൾ രാഘവൻ പറയണേ, ജോത്സ്യനെ, ആ ചായയും കൂടി കുടി. ഓരോ മുഹൂർത്തം നോക്കുമ്പോഴും ആ ചായ ഓരോ കവിൾ വെച്ച് കുടിക്കുന്നേ. ഈ സമയം ഭാമയും പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ചെയ്, അപ്പോൾ രണ്ട് കാര്യവും നടക്കുമല്ലോ. ഈ സമയം ആ ജോത്സ്യനാണെങ്കിൽ ആ ചായയോട് നോക്കി ഇങ്ങനെ പേടിക്കുക. ഇനിയും അത് ഒരു ഗ്ലാസ് കൂടി കുടിക്കാൻ വയ്യ. അന്നേരം പറയണേ, അല്ല, ഈ ആഴ്ച ഇനി നല്ല മുഹൂർത്തമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ മാസം ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് എന്ന് ഭാമ പറയുവാണ് കേട്ടോ. അത് പിന്നെ എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും പരുങ്ങുമ്പോൾ രാഘവൻ പറയണേ, ആ ചായ കുടിക്ക്. അന്നേരം ജോത്സ്യൻ പെട്ടെന്ന് എണീക്കുക. ഇല്ല, ഞാൻ പോകുക, ഈ മാസത്തിലും നല്ല മുഹൂർത്തമൊന്നുമില്ല. അന്നേരം ഭാമ ചോദിക്കണേ, അതെന്താ ജോത്സ്യനെ, ഈ മാസത്തിൽ ഒരു ദിവസം പോലും ശാന്തി മുഹൂർത്തത്തിന് പറ്റിയ മുഹൂർത്തം ഇല്ലെന്നോ? അതെ, ഞാൻ പറഞ്ഞല്ലോ ഇല്ലെന്ന്, എനിക്ക് പോകണം. അങ്ങനെ പറഞ്ഞ് അയാൾ വേഗം തന്നെ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുവാണ്. ഈ സമയം വിഷ്ണുവിനും കാർത്തികയൊക്കെ സന്തോഷമാകുവാണ് കേട്ടോ. അന്നേരം ഭാമ പറയണേ, അയാളെന്താ അങ്ങനെ പറഞ്ഞത്? ആ സമയം രാഘവൻ പറയണേ, ചേരണ്ടാത്തവർ തമ്മിലാ ചേർന്നിരിക്കുന്നതെന്ന് നക്ഷത്രങ്ങൾക്ക് പോലും അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അപശകനങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ സമയം ഭാമദേശിതി പറയണേ, അയാളെപ്പോലുള്ളൊരു മണ്ടനെ വിളിച്ചത് എൻ്റെ തെറ്റ്. അങ്ങനെ പറഞ്ഞ് ഭാമ അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം വിഷ്ണുവിനെയും കാർത്തികയും സംശയത്തോടു കൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശ്യാമയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.